ഹലോ ഫ്രണ്ട്സ്, മല്ലു സീരിയൽ സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രം മാറ്റി നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുട്ടൻ്റെ വീടാണ്. അപ്പോൾ നന്ദുട്ടനും അച്ഛനും ഇത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കനകമ്മ പറയുന്നുണ്ട്, ഞാൻ സച്ചുമോന് വിളിച്ചപ്പോഴേ ഇത് വലിയ കുരുക്കാന്നാണ് പറഞ്ഞത്. മൂർത്തി സാറിൻ്റെ കാര്യം പറയണം കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അനാമിക അവളുടെ കുടുംബം 2 കൽപ്പിച്ചാൽ മൂർത്തി സാറടക്കം ചിലപ്പോൾ ജയിലിൽ പോയി കിടക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അച്ഛനും പറയണ്ട കേട്ടോ, ഞാനിടയ്ക്ക് മൂർത്തി സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹവും പറഞ്ഞത് ഇത് തന്നെയാണ്, ജയിലിൽ പോയി കിടക്കേണ്ടി വന്നാലും വേണ്ടില്ല, അവരുടെ ഡിമാൻഡുകളൊന്നും അംഗീകരിച്ച് കൊടുക്കണില്ല എന്ന് പറഞ്ഞതെന്ന് പറയണ്ട കേട്ടോ. അപ്പോൾ നന്ദുട്ടൻ പറയാം, സത്യം പറയാലോ, ഇത് ഇങ്ങനെ വേണം മനുഷ്യരായി കഴിഞ്ഞാൽ. അനിയുടെ മുത്തച്ഛൻ്റെ നിലപാടാണ് ശരി. അപ്പോൾ കനകമ്മ പറയണ്ട കേട്ടോ, ഇവള് പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ, നമുക്കൊന്നും നിലപാടില്ല എന്ന് അവൾ പറഞ്ഞു വരണേന്ന് പറയട്ടോ. അപ്പോൾ നന്ദുട്ടൻ പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞത്, മനുഷ്യരെ മനസ്സിലാക്കാൻ കഴിയണം. ഒരാളാണെങ്കിൽ എൻ്റെ പിന്നാലെ നടക്കുക കല്യാണം കഴിക്കണം എന്നും പറഞ്ഞിട്ട്. ഇതേപോലെ കഴിവ് കേട്ട ഒരാളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് കേട്ടോ നന്ദുട്ടൻ. അപ്പോൾ കനകമ്മയ്ക്ക് അത് പിടിച്ചില്ല. കനകമ്മ ഇവൾ പറയണ കേട്ടോ ഗോവിന്ദേട്ടാ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഗോവിന്ദേട്ടൻ പറയട്ടെ, നമുക്ക് ആർക്കും അങ്ങനെ സച്ചിമോനെ കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലല്ലോ. എന്നിട്ട് അച്ഛൻ പറയട്ടോ, ഈ കേസും വഴക്കൊക്കെ നടക്കണോണ്ടാ, ഇല്ലെങ്കിൽ നിശ്ചയം വേഗം നടത്തിയേനെ, അത് ഞാൻ നയനമോളും പറഞ്ഞതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നന്ദുട്ടൻ പറയുന്നുണ്ട്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ കേസിൻ്റെ ഒക്കെ പിന്നിലേ അയാൾക്ക് നല്ല പങ്കുണ്ട്, ഇല്ലെന്ന് നിങ്ങൾ പറഞ്ഞാലൊന്നും ഞാൻ ആരും പറഞ്ഞാലും ഞാൻ സമ്മതിച്ച് തരില്ല. അപ്പം അച്ഛനമ്മയ്ക്ക് ഇത് തീരെ പിടിക്കണില്ല കേട്ടോ. അപ്പം നന്ദുട്ടൻ പറയുന്നുണ്ട്, എനിക്ക് ഉറപ്പാണ് അയാൾ അതിൻ്റെ പിറകിൽ നിന്ന് കളിക്കണേ, അനാമികയുടെ അച്ഛനും അയാൾ എന്തായാലും പുറത്തുനിന്ന് കാണുന്നുണ്ട്. പിന്നെ അയാൾക്കൊരു അമ്മാവുണ്ട്, ആ അമ്മാവൻ്റെ കയ്യിൽ നിന്നും അനാമികയുടെ അച്ഛൻ പൈസ മേടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കനക പറയുന്നുണ്ട്, നോക്ക് നന്ദുട്ടാ, നീ അനാമികനെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷേ സച്ചിമോനെ കുറിച്ചൊന്നും പറയരുത്. അത് മറ്റേ കനകമ്മ കഴിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ നന്ദുട്ടൻ പറയുന്നുണ്ട്, അല്ല അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടെ പറഞ്ഞു, സച്ചിമോൻ നിന്നെ വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നന്ദുട്ടൻ പറയുന്നുണ്ട്, ഒരു ഗോൾഡൻ ചാൻസാണ് 2 പേരും കൂടി ഇല്ലാണ്ടാക്കി കളഞ്ഞത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞതെന്ന്. അപ്പോൾ നന്ദുട്ടൻ പറയും, അത് എന്താണെന്ന് നിങ്ങൾ 2 പേരും കൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. അതും പറഞ്ഞ് നന്ദുട്ടൻ എനിക്ക് പോയപ്പോൾ കനകമ്മ ചോദിക്കുന്നുണ്ട്, അവളെ പറഞ്ഞത് എന്താണെന്ന് ഗോവിന്ദേട്ടൻ മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദേട്ടൻ ആലോചിച്ചിരിക്കുമോ, ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അനിയുടെ മുത്തച്ഛനും വന്നിട്ട് ഇവിടെ കല്യാണം ആലോചിച്ച് പോയില്ലേ, അവിടെ നമ്മളാണല്ലോ എതിർത്തത്, അതാണ് അവൾ പറഞ്ഞ ഗോൾഡൻ ചാൻസ്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് കേട്ടോ, അതൊരു കണക്കിന് മോള് പറഞ്ഞത് ശരിയാന്ന് പറയുന്നുണ്ട്. അപ്പോൾ കനകമ്മയുടെ മുഖം പോകണേ. എന്നിട്ട് പറയുന്നുണ്ട്, അനന്തപുരിയിലെ മൂർത്തി സാറ് വന്ന് കല്യാണം ആലോചിച്ചാൽ ഈ നാട്ടിലൊരാളും വേണ്ടെന്ന് പറയില്ല. എൻ്റെ ഭാര്യ പഴയ കനകയാണെങ്കിൽ ചാടി വീണേനെ, പക്ഷേ അനുഭവം കൊണ്ട് ഓരോന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അബദ്ധം കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കനകമ്മ പറയുന്നുണ്ട്, ഈ സച്ചിമോനോട് ഇവള് ഇഷ്ടമല്ലെന്ന് പറയുമെന്ന് എൻ്റെ പേടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദൻ പറയും, ഇപ്പോൾ നമ്മൾ കല്യാണത്തിനേക്കാൾ ഏറെ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് ആ കേസിനാ. ആദർശിൻ്റെയും നയനയുടെയും മുത്തശ്ശിൻ്റെ ഒക്കെ കാര്യം പോട്ടെ, പക്ഷേ ആ സാധുവായ മുത്തശ്ശിനെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരൊക്കെ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നാൽ നമുക്ക് താങ്ങാൻ പറ്റുമോ കനകെ? അപ്പോൾ കനകമ്മ പറയണ്ട കേട്ടോ, ഗോവിന്ദേട്ടാ, അനാമികയും വീട്ടുകാരും മനുഷ്യരും തൊട്ട് തിണ്ടിട്ടില്ലാത്തവരാണല്ലോ, അടുത്തുകൂടെ പോലും പോയിട്ടില്ലാത്തവരാണല്ലോ എന്ന് പറയണ്ട കേട്ടോ. അപ്പോൾ ഗോവിന്ദേട്ടൻ ചോദിക്കുന്നുണ്ട്, എല്ലാത്തിൻ്റെ തുടക്കം എവിടുന്ന കനകെ? എല്ലാം നന്ദും അനിയും തമ്മിൽ അടുപ്പത്തിന് ശേഷം തുടങ്ങിയതല്ലേ? ആ അനിയുടെ അമ്മ ഇപ്പോഴും അനാമികനെ സ്നേഹിക്കുന്നുണ്ട്, അത് നയനി നമ്മളോട് പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ഒരിക്കലും നന്ദുവിനെ അങ്ങോട്ട് വിടരുത്. ആ വീട്ടിലേക്ക് ഒരിക്കലും അവർക്ക് ഇഷ്ടമില്ലാത്ത മരുമകൾ കയറി ചെല്ലാൻ പാടില്ല. ഈ കേസും വഴക്കൊക്കെ ഒന്ന് അവസാനിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിശ്ചയം നടത്തി വെക്കണം, അതിനൊരു മാറ്റം ഉണ്ടാവരുത് എന്ന് പറയുന്നത് കേട്ടോ ഗോവിന്ദേട്ടൻ. അത് കഴിഞ്ഞിട്ട് ഗോവിന്ദേട്ടൻ പോയി. അപ്പം നമ്മുടെ കനകമ്മ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ആലോചിച്ചിരിക്കുകയാണ്. ഫുഡ് കഴിഞ്ഞ് നന്ദുട്ടൻ മുറിയിലെത്തിയപ്പോഴേക്കും ഫോൺ അടിക്കണ്ട കേട്ടോ. നോക്കി പനിയാണ്. പനി എടുത്തിട്ട് ചോദിക്കുക. അപ്പോൾ നന്ദുട്ടൻ ചോദിക്കേണ്ടത്, നിൻ്റെ വീട്ടിലിപ്പോൾ എല്ലാവരും നല്ല വിഷമത്തിലായിരിക്കുമല്ലോടാ എന്ന് പറയണ്ട കേട്ടോ. അപ്പോൾ അതിന് 2 മിനിറ്റ് നേരത്തേക്ക് ഒന്നും മിണ്ടണില്ലേ. അത് കഴിഞ്ഞിട്ട് ചോദിക്കേണ്ടത്, ഞാൻ വിഘ്നേഷിനെ രാകേഷിനെയൊക്കെ കൂട്ടിയിട്ട് അവളുടെ വീട് കയറി തലട്ടടി എന്ന് ചോദിക്കണ്ട കേട്ടോ. അപ്പോൾ നന്ദുട്ടൻ ചോദിക്കേണ്ടത്, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ എന്നെ ഒഴിവാക്കുന്നേ? എന്നാൽ പിന്നെ നമുക്കൊന്ന് കയറി മേഞ്ഞാലോടി എന്ന് ചോദിക്കണ്ട കേട്ടോ. അപ്പോൾ അയ്യോ വേണ്ട അനി, ഇപ്പം നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ബുദ്ധിമുട്ടാവും എന്ന് പറയണ്ട, പ്രശ്നമാവും എന്ന് പറയണ്ടേ. അപ്പോൾ ചോദിക്കണ്ടേ, എടി എന്ന് രാത്രി ഞാൻ വിഘ്നേഷിനെ രാകേഷിനെ അങ്ങോട്ട് വിടാം, നിനക്ക് അവന്മാരുടെ കൂടെ ഒന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കണ്ട കേട്ടോ. അപ്പോഴേക്കും ഈ സംസാരം കേട്ടിട്ട് നമ്മുടെ കനകമ്മ എത്തി നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പം നന്ദുട്ടൻ മറുപടി പറയണ്ട കേട്ടോ, ഞാൻ പുറത്തോട്ട് ഇറങ്ങി ഇവിടെ എല്ലാവർക്കും സംശയമാടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ കനകമ്മ ഒന്ന് തലയിടാറുണ്ട് കേട്ടോ. കനകമ്മയ്ക്ക് ആളെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അനി പറയുന്നുണ്ട്, വീട്ടിനകത്ത് എല്ലാവരും വിഷമത്തിലടി, എനിക്ക് നിന്നെ ഒന്ന് കാണാൻ തോന്നുക. വീട്ടിനെല്ലാവരും വിഷമത്തിന് കാരണം ഞാനാണല്ലോ എന്ന് പറയണ്ട കേട്ടോ അനി. അപ്പോൾ നന്ദുട്ടൻ പറയണം, അങ്ങനെ നീ മാത്രമല്ല ഞാനും കൂടി കാരണക്കാരിയെന്ന് പറയണ്ട കേട്ടോ. ഇതൊക്കെ കനകമ്മ കേൾക്കണ്ടേ. എന്നിട്ട് അനി പറയുന്നുണ്ട്, നന്ദു ഇങ്ങനെ എന്നെ വീട്ടുകാരെയൊക്കെ ബുദ്ധിമുട്ടിക്കണം, അനാമികയുടെ മുമ്പ് കൂടി, അനാമികയുടെ വീട്ടുകാരുടെ മുന്നിൽ കൂടെ നിന്നെ താലി കെട്ടി നടത്തണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അത് എത്രത്തോളം നടക്കുന്നു എന്ന് എനിക്കറിയില്ല എന്ന് പറയണ്ടേ നന്ദുട്ടൻ. എന്നിട്ട് പറയണ്ടേ, ശരി നിനക്കൊന്ന് പുറത്തിറങ്ങാൻ പറ്റുവെച്ച് നീ ഒന്ന് മെസ്സേജ് വിട്ടാൽ മതി, അപ്പോൾ ഞാൻ അവന്മാരെ അങ്ങോട്ട് വിട്ടോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് നന്ദുട്ടൻ ഫോൺ വെച്ചിട്ട് കേട്ടോ.
നന്ദൂട്ടനാണെങ്കിലോ ഫോൺ വെച്ചിട്ട് തിരിഞ്ഞ് നോക്കിയത് കനകമ്മയുടെ മുഖത്തിട്ടോ. കനകമ്മയ്ക്ക് എല്ലാം പിടുത്തം കിട്ടിയില്ല. അപ്പോൾ നന്ദൂട്ടൻ മുഖം അയ്യോ പറ്റിച്ച് എന്നുള്ള ഭാവത്തിൽ നിൽക്കാനായിട്ട് നന്ദൂട്ടൻ എന്നിട്ട് അറിയാതെ ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കണേ. അപ്പോൾ കനകമ്മ ഓടി വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പറയുന്നുണ്ട്, പറയടി വിഘ്നേഷാണ്, രതീഷാണ്, പിന്നെ എന്തൊക്കെയോ പേര് പറഞ്ഞു, രാകേഷാണ് വിളിച്ചതെന്നൊക്കെ പറയടി, നീ അങ്ങനെ പറയും എന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ച് തുടങ്ങിയിട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് രാത്രി അനിയനെ പോയി കാണണല്ലേ, രാകേഷും വിഘ്നേഷും ഒക്കെ വരുമ്പോൾ ഞാൻ അവരുടെ കൂടെ അവനെ കാണാൻ വിടണല്ലേ. അപ്പോൾ തന്നിട്ട് ചോദിക്കണ്ട, അയ്യോ അമ്മയോട് അങ്ങനെ ആരാ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിൻ്റെ ഫോണിൻ്റെ അപ്പുറത്തുണ്ടായിരുന്ന ആളെന്നെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എൻ്റെ തന്നിട്ട് നിനക്ക് എത്ര പറഞ്ഞാലും എന്താ മനസ്സിലാവില്ലേ, കണ്ണൊന്ന് തെറ്റി അപ്പം തുടങ്ങും വിളി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നിട്ടും പറയുന്നുണ്ട്, അവൻ ഇങ്ങോട്ടാണ് വിളിച്ചതെന്ന് പറയുന്നുണ്ട്. ഓ പിന്നെ അതിപ്പോൾ എന്തായാലും ഞാൻ ചെക്ക് ചെയ്യാനൊന്നും പോകണില്ല, അവൻ ഇങ്ങോട്ട് വിളിച്ചില്ലേ നീ അങ്ങോട്ട് വിളിക്കുന്നു എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ നന്ദൂട്ടാ, നീ എന്ത് നടക്കാത്ത കല്യാണത്തിന് പിന്നെ എന്തിനാ നീ ഇങ്ങനെ ഇറങ്ങിയിരിക്കണേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇനി ആരെങ്കിലും കോടതിയിൽ പോലീസ് സ്റ്റേഷനിലൊക്കെ കയറ്റാനായിട്ട് നീ തീരുമാനിച്ചിരിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നന്ദൂട്ട് ആകെ വിഷമിച്ചിരിക്കുകയാണേ. അവനോ പറഞ്ഞാൽ മനസ്സിലാവില്ല, അവൾക്കും അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നന്ദൂട്ടൻ പറഞ്ഞാൽ അനി ഇങ്ങനെയൊന്നുമല്ല, ബിസിനസ്സിലൊക്കെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അയ്യോ അങ്ങനെ ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കിയിട്ട് പറയണ്ടേ, അങ്ങനെ ബിസിനസ്സിലൊക്കെ ശ്രദ്ധിക്കുന്നവനെ നിന്നെ ശ്രദ്ധിക്കേണ്ട, അതാ ഞങ്ങൾക്ക് പറയാനുള്ളൂ. എൻ്റെ കനകാൻ പറയണ്ട കേട്ടോ. അതെ, അനിയനെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്, പക്ഷേ ഈ ഒരു കാര്യത്തിൽ അവനെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദൂട്ടൻ പറയുന്നുണ്ട്, ശരി അനിയായിട്ട് ഞാൻ അകന്ന് നിൽക്കാം, പക്ഷേ ഈ CA ആയിട്ടുള്ള കല്യാണം നടത്താതിരിക്കാൻ അമ്മയ്ക്ക് പറ്റുമോ? അത് കനകമ്മയ്ക്ക് ഒട്ടും തയ്ച്ചില്ല കേട്ടോ. അപ്പോൾ കനക പറയുന്നത്, നന്ദു നീ അനിയുടെ കൂടെ നടന്നാലും ശരി ഇല്ലെങ്കിലും ശരി ഈ കല്യാണം ഞങ്ങൾ നടത്തും, അതിന് നീ സമ്മതിച്ചില്ലെങ്കിൽ നിൻ്റെ മുന്നിൽ വെച്ച് ഞാനും എൻ്റെ അച്ഛനും മരിക്കും, അത് നീ ഓർത്ത് വെച്ചാൽ നല്ലത്. അത് കഴിഞ്ഞ് ദേഷ്യം വന്നിട്ട് അങ്ങോട്ട് പോയിട്ടോ കനക. അപ്പോൾ നന്ദൂട്ടനാണെങ്കിൽ ആകെ പ്രാന്ത് പിടിച്ച് നിൽക്കുകയാണെ. അപ്പോൾ ഈ സമയത്ത് അനന്തപുരിയിലാണെങ്കിൽ നമ്മുടെ മുത്തശ്ശി ആകെ വിഷമിച്ച് ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി വരുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, മുത്തശ്ശി ചോദിക്കുന്നത് എന്താ ഒരു ആലോചന എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അല്ല ഞാനിതുവരെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലൊന്നും കയറിയിട്ടില്ല. കുട്ടികൾ ചോദിക്കുമ്പോൾ ആത്മവിശ്വാസത്തോടെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും കേസിനൊക്കെ നേരിടാമെന്ന് പറയുന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളിൽ നേരിയ ഭയം ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറയാം, അതെനിക്കറിയാലോ വസുന്ധരെ, ഈ വീട്ടിലെ ഏറ്റവും സാധു താനാണെന്ന് അനമയ്ക്കും വേണുവിനും അറിയാം, അതുകൊണ്ടാണല്ലോ തന്നെയും കൂടിയും ചേർത്ത ഒരു കേസ് കൊടുത്തത്. തനിക്ക് കോടതി കയറേണ്ട ഒരു സാഹചര്യം വന്നാൽ എന്ത് വില കൊടുത്തും ഇവിടെയുള്ളവരെ തടയൊന്നും വേണുവിനറിയാം. അവിടെ നമ്മൾ കോടികൾക്ക് വില കളിപ്പിക്കില്ല എന്ന് വേണും മോളും കരുതുന്നുണ്ട്. എടോ താൻ എന്ത് വേണമെങ്കിൽ പറഞ്ഞോ, എന്ത് കോംപ്രമൈസിനും ഞാൻ തയ്യാറാണ്, താൻ പറയണ പോലെ ചെയ്യാം, താനൊരു ദിവസം പോലും കോടതി കയറാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശി വന്നിട്ട് പറയുന്നുണ്ട്, ഇതിന് വേണ്ടിയിട്ട് അവരുടെ മുമ്പിൽ നമ്മൾ കീഴടങ്ങാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, നമ്മൾ അവരുടെ മുമ്പിൽ താഴാൻ പാടില്ല എന്ന് പറയും. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇത് രണ്ടും കൂടി താൻ പറഞ്ഞ് ഞാൻ കുഴങ്ങുമല്ലോ വസുന്ധരെ, എൻ്റെ മനസ്സെന്താണെന്ന് അങ്ങേക്കറിയാം, അതറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ സംസാരിച്ചത്. എൻ്റെ ആവലാതികൾ എനിക്ക് ദൈവത്തോട് മാത്രമേ പറയാനുള്ളൂ. എൻ്റെ കൊച്ചുമക്കളുടെ മുത്തച്ഛൻ ആരുടെ മുമ്പിലും തോൽക്കരുതെന്ന് തല കുനിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുവേണ്ടി കോടതി കയറാനും ഞാൻ തയ്യാറാണ്, പക്ഷേ കോടതിയിൽ നമ്മൾ തോൽക്കാൻ പാടില്ല. അപ്പം മുത്തച്ഛൻ പറയുന്നുണ്ട് കേട്ടോ, കോടതിയിൽ ജയം തോൽവിയൊക്കെ നമുക്ക് വേണ്ടി വാദിക്കുന്ന വക്കീലിനനുസരിച്ചായിരിക്കും, കോടതിക്ക് കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലും. ഇത് രണ്ടും നമ്മുടെ ഭാഗത്തായാൽ നമുക്ക് ജയം ഉറപ്പാടും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശി പറയും, സത്യം നമ്മുടെ വശത്തല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശൻ പറയും, ചില സമയത്ത് സത്യത്തിന് നേരെയും കോടതിക്ക് കണ്ണടക്കേണ്ടി വരും, നമ്മുടെ സമയം ശരിയല്ലെങ്കിൽ പിന്നെ പറയും വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഈ അടുത്ത സമയം വരെ നമ്മളൊക്കെ നല്ല ഭാഗ്യം ചെയ്ത ദമ്പതികളായിരുന്നു, നമ്മുടെ മരുമകളായി വന്നവരൊക്കെ ഈ വീടുമായിട്ട് യോജിച്ചു പോണവരായിരുന്നു. എന്നാൽ കയറാൻ പാടില്ലാത്ത ഒരുത്തി ഇവിടെ കയറി അവളുടെ തന്ത്രം കൊണ്ട് പലരും ഇവിടെ വശത്താക്കുകയും ചെയ്തു. പക്ഷേ ഇനിയൊരു പെൺകുട്ടി അനിയുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുടുംബമായി ചേർന്ന് പോകും എന്ന് ഉറപ്പുള്ളൊരു കുട്ടിയായിരിക്കണം. അത് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ അതിന് അനുമതി കൊടുക്കാവൂ. അതും അവന് മുത്തശ്ശൻ പോയിട്ടോ. അപ്പോൾ താഴത്താണെങ്കിൽ എല്ലാവരും കൂടി ഇരുന്ന് കൂട്ട ചർച്ചയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇവൻ അനാമികയെ തല്ലിയതും മുത്തശ്ശൻ വേണുവിനെ തല്ലിയതും എല്ലാം ഒരു തെളിവായിട്ടിരിക്കുക, ഇതിനൊക്കെ മറികടക്കാൻ കഴിവുള്ളൊരു വക്കീലിനെ വേണം നമ്മൾ നിയമിക്കാനായിട്ട്. അപ്പോൾ അനി ചോദിക്കുന്നുണ്ട്, ഏട്ടാ എന്നെ ജാമ്യത്തിൽ ഇറക്കിയ വക്കീൽ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദർശിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഇവിടെ ഒരു വക്കീലൊന്ന് ഹാൻഡിൽ ചെയ്താൽ പോരാ ഈ കേസ്, അഥവാ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് 10 തലയുണ്ടാവണം. അപ്പോൾ അനിയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, അങ്ങനെ ആരായിട്ടുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ അവിടുന്ന് വന്നുകൊണ്ടിരിക്കണ്ടേ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരാളുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും എനിക്കുന്നു. അപ്പോൾ പറയുന്നത്, ഇരിക്കിരിക്കെ ഈ വക്കീലെ ഈ കേസ് കോടതിയിലെത്തുമ്പോൾ അവിടെ കൈകാര്യം ചെയ്യാനുള്ള വക്കീലിൻ്റെ മുഖം എൻ്റെ മനസ്സിലെത്തി. നരസിംഹനുള്ളപ്പോൾ നമ്മൾ വേറെ ആരെയും കുറിച്ച് ചിന്തിക്കണോ എന്ന് ചോദിക്കേണ്ട കേട്ടോ. അപ്പോൾ പറയേണ്ടത്, നരസിംഹൻ ഞങ്ങളിപ്പോൾ എനിക്ക് കേസൊന്നും എടുക്കാനില്ലല്ലോ അച്ഛാ എന്ന് പറയേണ്ട കേട്ടോ. ഞാൻ പറഞ്ഞ അയാൾ കേസ് എടുക്കും, അല്ലെങ്കിൽ അയാൾക്ക് ഒരുപാട് ജൂനിയേഴ്സ് ഉണ്ട്, അവർ വെച്ചിട്ട് കേസ് നമുക്ക് അനുകൂലമാക്കി തരും. അപ്പോൾ ആദർശ് പറയേണ്ട കേട്ടോ, മുത്തശ്ശ കേസ് ഫയൽ ചെയ്തിരിക്കുന്ന അനാമികയാണ്, അത്ര നിസ്സാരമായിട്ട് കാണണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയേണ്ടത്, ഗാർഹിക പീഡനം എന്നല്ലേ അവൾ കേസ് കൊടുത്തിരിക്കണേ, അങ്ങനെ ഒരു കേസ് ഉണ്ടാകുമ്പോൾ അന്വേഷണമൊന്നും ഇല്ലാതെ പോലീസ് കേസെടുക്കില്ല, ആ രീതിയൊക്കെ മാറി, എന്തായാലും അന്വേഷണം ഉണ്ടായതിന് ശേഷമേ കേസ് എടുക്കുള്ളൂ. പിന്നെ കോടതിയിലൊരു കേസ് എത്തിക്കഴിഞ്ഞാൽ അത് ജയിക്കണതും തോൽക്കണതും വക്കീലിൻ്റെ മിടുക്ക് പോലെ ഇരിക്കും, അതുകൊണ്ടാണ് കേരളത്തിലെ നമ്പർ 1 വക്കീലിനെ തന്നെ ഏൽപ്പിക്കാം കേസ് എന്ന് ഞാൻ പറഞ്ഞത്.
അത് കഴിഞ്ഞിട്ട് മുത്തശ്ശി അനിയനെ നോക്കി പറയണ്ട കേട്ടോ, നീയും കൂടെ പോരെ മോനെ, നിനക്ക് എന്തെങ്കിലും പറയാനുള്ളതൊക്കെ ആളുടെ അടുത്ത് പറഞ്ഞോളൂ, പിന്നെ നമ്മളെന്താ കോടതിയിൽ പറയേണ്ടതെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു തരും, നിൻ്റെ മുത്തശ്ശിയും കോടതിയിൽ കയറണം. അതത്ര നിസ്സാരമായിട്ട് കാണാൻ എന്നെ കൊണ്ട് പറ്റില്ല, ഇതൊരു യുദ്ധമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ നമുക്ക് ജയിക്കണം. അതുമാത്രമല്ല, നിയമപരമായിട്ട് ബന്ധം പിരിയാൻ കുടുംബകോടതിയെ സമീപിക്കുമ്പോൾ അത് വേഗം നടന്നു കിട്ടും വേണം. നിൻ്റെ ഭാര്യയായിരിക്കാൻ അർഹതയില്ലാത്ത ഒരുവൾ നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ തന്നെ നിനക്ക് നല്ല ആശ്വാസം ഉണ്ടാവും. എന്നിട്ട് മുത്തച്ഛൻ പറയേണ്ട അനിയുടെ അടുത്ത്, മോനെ എന്നാൽ നീ വേഗം റെഡി ആയിട്ട് വന്നു പറഞ്ഞിട്ട് മുത്തച്ഛൻ റൂമിലേക്ക് പോയിട്ടു. അപ്പോൾ ആദർശ് പറയേണ്ട, നീ വേഗം ചെല്ലി, നരസിംഹനാങ്കൾ കേസ് എടുത്താൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു, പേടിക്കാനൊന്നുമില്ല. അനാമികേനെയും അവളുടെ അച്ഛനെയും കോടതിയിലിട്ട് വട്ടം കറക്കും. എന്നാൽ ഞാൻ റെഡിയായിട്ട് മുത്തച്ഛൻ്റെ കൂടെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അനി ഡ്രസ്സ് മാറാൻ പോയിട്ടു. ആ സമയത്ത് ആദർശിൻ്റെ അച്ഛൻ പറയേണ്ട, അച്ഛനും അമ്മേനെയൊക്കെ കോടതിയിൽ കയറ്റണേ, അവനെ കെട്ടി തൂക്കേണ്ടതാ ആ വേണുവിനെ എന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട്. അപ്പോൾ ആദർശ് പറയേണ്ട, എല്ലാം ഒന്ന് കഴിയട്ടെ അച്ഛാ, കേസ് നമുക്ക് എതിരാവുകയാണെങ്കിൽ പിന്നെ ഞാൻ ഇടം വല്ല നോക്കാതെ ഇറങ്ങിത്തിരിക്കും. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ മുത്തച്ഛനും അനിയും കൂടിയിട്ട് നരസിംഹമൊക്കെയില്ല വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാതിൽ തുറന്നിട്ടുണ്ട് ഭാര്യ. അപ്പോൾ ആരൊക്കെ വന്നിരിക്കണേ വരൂ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇരിക്കാൻ പറയുമ്പോൾ മുത്തച്ഛൻ പറഞ്ഞിട്ട് ഇരിക്കാനൊന്നും സമയമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നുണ്ട്, കൊച്ചുമോൻ്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തച്ഛൻ പറയുന്നുണ്ട്, ഇവൻ്റെ കാര്യത്തിനായിട്ട് തന്നെ വന്നിരിക്കണേ, എവിടെ കാരണവരെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അദ്ദേഹം വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടോ. അങ്ങനെ വേഗം വന്ന് രണ്ടുപേരും കൈയൊക്കെ കൂട്ടി പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, കേസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നോട് വിശദമാക്കിയിട്ടുണ്ടല്ലോ, ഈ കേസ് നമ്മൾ തോൽക്കാൻ പാടില്ല, അതുകൊണ്ടാണ് തന്നെ ബുദ്ധിമുട്ടിക്കാമെന്ന് ഞാൻ വിചാരിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് കേട്ടോ, തൻ്റെ കേസ് എനിക്കൊരു ബുദ്ധിമുട്ടാണോ. മുത്തശ്ശനെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ വക്കീൽ ചോദിക്കുന്നുണ്ട് അനിയുടെ അടുത്ത്, എന്നാലും എന്ത് പണി എൻ്റെ മോനെ നീ കാണിച്ചത്, ഈ പൊതുസ്ഥലത്ത് വെച്ചിട്ടാണ് അവളുടെ കർണത്തടിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അല്ല, അത് മുത്തശ്ശനെ അധിക്ഷേപിച്ചപ്പോഴാണ് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നേ. അപ്പം മുത്തശ്ശൻ പറയുന്നത് കേട്ടോ, അത് പിന്നെ ഇവൻ മാത്രമല്ല ഞാനും കൊടുത്തു അവളുടെ അച്ഛൻ്റെ കാരണത്തൊന്ന് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വക്കീലിനെ നിൽക്കുന്നുണ്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല, കേസ് ജയിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വക്കീലിൻ്റെ ഭാര്യ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്നാലും എൻ്റെ അനി അവളെ പോലെ ഒരുത്തി എങ്ങനെയാണ് അനിയുടെ ജീവിതത്തിൽ വന്ന് പെട്ടത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മകൾ പറയുന്നുണ്ട് കേട്ടോ, ഞാനും അച്ഛനും കൂടി ഇരുന്നാ അവൾ ചാനലിൽ കൂടെ പറഞ്ഞത് മുഴുവൻ കേട്ടത്, നമ്മളെ അറിയണവർക്കൊക്കെ എല്ലാം മനസ്സിലാവും അത് നുണയാണെന്ന്, പക്ഷെ പുതുതായി കേൾക്കുന്നവരൊക്കെ വിശ്വസിക്കില്ലേ, അതൊക്കെ ആ കമൻറ്റ് വായിച്ചാൽ അറിയാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തച്ഛൻ പറയുന്നുണ്ട്, ആ അപമാനത്തിനൊക്കെ മറുപടി കൊടുക്കണം, അത് ഇയാളെ കൊണ്ടേ പറ്റൂ എന്ന് വേണ്ടി വക്കീലിനെ നോക്കുന്നുണ്ട്. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട് കേട്ടോ, എടോ വലിയ കേസുകളൊക്കെ ഇപ്പോൾ അവനെ നോക്കുന്നത്, എൻ്റെ തലച്ചോറൊന്നും വർക്ക് ചെയ്യണില്ല, എൻ്റെ കൊച്ചുമോൻ നവീൻ, പിന്നെ അവന് അനിയുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം, ബാക്കിയുള്ള വിവരങ്ങൾ കൂടി ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തച്ഛൻ പറയുന്നുണ്ട്, ഇത് അത്ര നിസ്സാര കേസല്ല നരസിംഹം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് വക്കീലായി എനിക്കറിയില്ല എന്നാണോ തൻ്റെ വിചാരം, ഈ കേസിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് നവീനെ തന്നെ കേസ് ഏൽപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും കാറിൻ്റെ ഹോണടി കേൾക്കണ്ടേ, അപ്പോഴേക്കും നവീൻ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, നല്ല സമയമാണ്, ഇതാ കോടതിയിൽ നിന്ന് അവർ വന്നിട്ടുണ്ട്. അങ്ങനെ നവീനും ഗുമസ്തനും കൂടിയിട്ട് അങ്ങനെ കയറി വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മുത്തച്ഛനെ കണ്ടു, സാറായിരുന്നു എന്ന് വെച്ചിട്ട് വേഗം വന്ന് മുത്തച്ഛൻ്റെ കാലൊക്കെ തൊട്ട് തൊടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അനിയനെ അങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ നരസിംഹം പറയുന്നുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ മൂർത്തി സാർ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ കൊച്ചുമോനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് സാറിൻ്റെ ടെൻഷൻ അങ്ങ് മാറ്റി കൊടുത്തേക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മൂർത്തി മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, സഹൃദയനിപ്പോൾ നവീൻ്റെ കൂടിയാണോ ചോദിക്കുന്നുണ്ട്. സാറ് കേസ് എടുക്കാത്തപ്പോൾ ഞാൻ തിരക്കുള്ള വക്കീലിലൊപ്പം അങ്ങോട്ട് കൂടി. അപ്പോൾ വക്കീൽ പറയണ്ട നരസിംഹ വക്കീൽ പറയുന്നുണ്ട്, ദോഷം പറയതല്ലോ, ഇതുവരെ എൻ്റെ പേര് ചീത്തയാക്കിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശി ചിരിക്കുന്നുണ്ട്. അപ്പം നവീൻ പറയുന്നുണ്ട്, മാത്രമല്ല ഇതെനിക്കൊരു സ്പെഷ്യൽ കേസാണ്, സാറിൻ്റെ കൊച്ചുമക്കളുടെ ഭാര്യമാർ എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പം മുത്തച്ഛൻ പറയുന്നുണ്ട്, പറഞ്ഞ പോലെ മോനും നവി ഒരുമിച്ച് പഠിച്ചതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇടയ്ക്ക് അവൾ വിളിക്കുമ്പോൾ പറയാറുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ സംഭവങ്ങൾ നടന്ന ശേഷം ഇവനെ ശരിക്കും കാണാനും കിട്ടിയിട്ടില്ല. എൻ്റെ മുത്തച്ഛൻ പറയുന്നുണ്ട് കേട്ടോ, മോൻ കോടതിയിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ, ഒന്ന് ക്ഷീണം മാറ്റിയിട്ട് ഇവനൊന്ന് വിളിക്കേ, ഇവൻ വന്നോളൂ, എന്നിട്ട് കേസ് നന്നായി പഠിക്കേ, ഇതിലിവൻ മാത്രമല്ല ഞങ്ങളെല്ലാവരും പ്രതിചേർക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളെന്ന് പറയുമ്പോൾ ഇവൻ്റെ മുത്തശ്ശിയുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ നവീൻ്റെ അമ്മ പറയുന്നുണ്ട്, അതാ സഹിക്കാൻ പറ്റാത്തത്, ഇത്രയും സാധുവായ സ്ത്രീക്കെതിരെ കേസ് കൊടുത്തവള് ഇനി കോടതിയിൽ എന്തൊക്കെ വിളിച്ചു പറയാന്നാ അറിയാത്തത്. അപ്പോൾ നരസിംഹം പറയുന്നുണ്ട് കേട്ടോ, നവീനെ നിന്റെ സഹായത്തിന് ഞാനുണ്ടാവും, എല്ലാ സംശയങ്ങളും മാറ്റിയിട്ട് കോടതിയിൽ പ്രസൻ്റ് ആയാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പം നവീൻ തലയിട്ടാട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അല്ല മൂർത്തി ആരെ എതിർഭാഗം, അപ്പോൾ ഒന്ന് തലയിട്ടാട്ടിയിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. നവീൻ്റെ അടുത്ത് ചോദിക്കുന്നത്, നന്ദകുമാറും നീ തമ്മിൽ ഇതുവരെ കോടതിയിൽ മുട്ടിയിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇല്ല എന്ന് പറയുന്നുണ്ട്. സകല ക്രിമിനലുകളും ഗുണ്ടകളെയൊക്കെ കേസിൽ നിന്ന് ഊരിക്കൊണ്ടു പോകുന്നത് അവൻ്റെ ഒരു ഹോബിയാണ്. അപ്പം മുത്തച്ഛൻ പറയുന്നുണ്ട് കേട്ടോ, അയാളുടെ മുന്നിൽ വെച്ചിട്ടാ അനാമികയുടെ അച്ഛൻ്റെ കാരണത്തിൽ ഞാൻ പൊട്ടിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പം നരസിംഹൻ പറയുന്നുണ്ട്, അപ്പോൾ കോടതി അവർക്ക് തെളിവുകൾ ഒരുപാടുണ്ട്, അപ്പം നമ്മളിനി കോടതിയിൽ നിലനിൽക്കുന്ന തെളിവുകൾ ഉണ്ടാക്കുകയാണ് വേണ്ടത്. അപ്പം നവീൻ പറയുന്നുണ്ട് കേട്ടോ, ഏതൊക്കെ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടി വന്നാലും ശരി, ഞാനൊരു കാര്യം സാറിന് ഉറപ്പ് തരാം, ഈ കേസ് എൻ്റെ സ്വന്തം കേസായി ഏറ്റെടുത്ത് കോടതിയിൽ ഞാൻ ജയിച്ചിരിക്കും. അപ്പം നരസിംഹൻ പറയുന്നുണ്ട് കേട്ടോ, ആക്കണം, ഇല്ലെങ്കിൽ നിന്നോട് ഞാൻ തന്നെ ആവശ്യപ്പെടും ആ കറുത്ത കോട്ടങ്ങ് അഴിച്ചു വെക്കാൻ. അപ്പം നവീൻ പറയുന്നുണ്ട്, അതെന്നോട് പറയണ്ട, ഇവൻ്റെ കേസ് ഞാൻ തോറ്റ പിന്നെ ഈ പണി ഞാൻ നിർത്തും. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് കുറച്ചൊക്കെ ആശ്വാസമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നിൽക്കണ നവീൻ വക്കീലിനെ കാണിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ പത്രമാറ്റം അവസാനിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.